ഇന്ന് നമ്മൾ നോക്കാൻ പോവുക നെക്സ്റ്റ് ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാമായ 5S ആണ്. The 5S approach. The 5S refers to 5 Japanese principles for workplace management to increase efficiency. ഇപ്പോൾ ഒരു വർക്ക് സ്പേസ് അതിൻ്റെ എഫിഷ്യൻസി കൂട്ടാനുള്ള 5 പ്രിൻസിപ്പിൾസ് ആണ്. ഇപ്പോൾ ജാപ്പനീസ് ആയിട്ടുള്ള 5 പ്രിൻസിപ്പിൾസ് ആണ് 5S അപ്രോച്ച്. The 5S approach is a basis for continuous improvement and can lead to less waste. കണ്ടിന്യൂസ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യാനും വേസ്റ്റ് മിനിമൈസ് ചെയ്യാനും ഈ ഒരു ടെക്നോളജി ഈ ഒരു പ്രിൻസിപ്പിൾസ് നമുക്ക് യൂസ് ചെയ്യാം. 5S represents 5 disciplines for maintaining a visual workplace. These are foundational to Kaizen and a manufacturing strategy based lean manufacturing concept. നമ്മൾ ലീൻ മാനുഫാക്ചറിങ്ങിൽ 5S എന്ന് പറയുന്ന ഒരു പാർട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 5S എന്ന് പറയുന്ന 5 പ്രിൻസിപ്പിൾസ് 5 ഡിസിപ്ലിൻസ് എന്തിനു വേണ്ടിയുള്ളതാണ്? വർക്ക് പ്ലേസിലെ വേസ്റ്റ് മിനിമൈസ് ചെയ്യാനും വർക്ക് സ്പേസ് ഏറ്റവും എഫിഷ്യൻ്റായിട്ട് വർക്കേഴ്സിനെ വർക്ക് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റാനുമുള്ള പ്രിൻസിപ്പിൾസാണ്. 5S is the starting point for improvement activities that ensure our company's survival. നമുക്ക് നോക്കാം ഈ 5S എന്തൊക്കെയാണെന്നുള്ളത്. ദീസ് ആർ ദ 5S. ഇതെല്ലാം ജാപ്പനീസ് വേർഡ്സ് ആണ്. മീൻസ് സോർട്ട്, സെറ്റ് ഇൻ ഓർഡർ, ഷൈൻ, സ്റ്റാൻഡർഡൈസ് ആൻഡ് സസ്റ്റെയിൻ. ഇതാണ് 5S. ദെൻ ഫസ്റ്റ് വൺ ആണ് സോർട്ട്. ആൻഡ് ജാപ്പനീസ് വാക്കാണ് ഇത്. എന്താണ് സോർട്ട് എന്ന് പറയുമ്പോൾ? ഡു തിങ്സ് ഇൻ ദ പ്രോപ്പർ ഓർഡർ. ഒരു വർക്ക് പ്ലേസിലുള്ള എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യുന്നു. മീൻസ് ആവശ്യമുള്ളത് മാത്രം ഒരു വർക്ക് പ്ലേസിൽ വെക്കുന്നു, ആവശ്യമില്ലാത്ത എല്ലാം റിമൂവ് ചെയ്യുന്നു. അങ്ങനെ ഒരു ഓർഡറിലേക്ക് മാറ്റിയെടുക്കുന്നു. ഡു തിങ്സ് ഇൻ ദ പ്രോപ്പർ ഓർഡർ, എലിമിനേറ്റ് അൺനെസസറി ഐറ്റംസ് ഫ്രം ദ വർക്ക് പ്ലേസ്, കീപ് ദ സ്ട്രിക്റ്റ് മിനിമം, ഗെറ്റ് റിഡ് ഓഫ് ഡിസോർഡർ. ഒരു വർക്ക് പ്ലേസിലെ ഡിസോർഡർ ആയിട്ടുള്ള എല്ലാം, ആവശ്യമില്ലാത്തതിനെല്ലാം, വേസ്റ്റ് ആയിട്ടുള്ള എല്ലാം മാറ്റി ഒരു വർക്കിന് എന്തൊക്കെയാണോ ആവശ്യമുള്ളത് അത് മാത്രം ഒരു വർക്ക് സ്പേസിൽ കീപ്പ് ചെയ്യുന്നു. റിമൂവ് ഓൾ ഗാർബേജ് ആൻഡ് ടൂൾസ് റിജക്റ്റഡ് ഫ്രം ദ ഷോപ്പ് ഫ്ലോർ, റിമൂവ് ഓൾ അൺനെസസറി പേപ്പേഴ്സ് ഫ്രം ദ ഫയൽ, ഡിസ്കാർഡ് ഓൾഡ് ഫയൽസ് ആൻഡ് സ്റ്റേഷനറി നോട്ട് ഇൻ യൂസ് ആൻഡ് ക്ലീൻ വർക്ക് വേസ്. അപ്പം അത്തരത്തിൽ നല്ലൊരു വർക്ക് എൻവയോൺമെൻറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. എങ്ങനെ? ആ ഒരു വർക്ക് ചെയ്യുന്ന സ്പേസ് അതിന് ആവശ്യമുള്ളത് മാത്രമാക്കിക്കൊണ്ട് ആവശ്യമില്ലാത്തതിനെല്ലാം റിമൂവ് ചെയ്തുകൊണ്ട് ആ വർക്ക് സ്പേസ് ബെറ്റർ ആക്കി മാറ്റുന്നു. അതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ദെൻ സെക്കൻഡ് പ്രിൻസിപ്പിൾ എന്നാ? സെറ്റ് ഇൻ ഓർഡർ. മീൻസ് എല്ലാം ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. ലൈബ്രറിയിൽ നമ്മൾ ബുക്സൊക്കെ അറേഞ്ച് ചെയ്യുന്ന പോലെ എല്ലാത്തിനും ഓർഡർ, എവിടെ എന്തൊക്കെ വെക്കണം, എങ്ങനെയൊക്കെ വെക്കണം, അങ്ങനെ എല്ലാത്തിലും ഒരു ഓർഡർ കീപ്പ് ചെയ്തുകൊണ്ട് ഓരോ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് വെക്കുക. അതാണ് നെക്സ്റ്റ് പ്രിൻസിപ്പിൾ. Systematic arrangement, specify a location for everything, put things where they belong, set in order and identify useful items in order to locate them more easily, a place for everything and everything in its place, designate location by number, color coding, name, etc. അപ്പോൾ നമ്മൾ ഒരു വർക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണോ എന്തൊക്കെ ടൂൾസാണോ ആവശ്യമുള്ളത് അതിനെല്ലാം ഓർഡർ ചെയ്യുന്നു, ഓർഡറിലാക്കി ഓരോരോ പ്ലേസിൽ കീപ്പ് ചെയ്യുന്നു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂളുകൾ, അതുപോലെ തന്നെ അത്യാവശ്യം കുറഞ്ഞ ടൂളുകൾ, അങ്ങനെ എല്ലാത്തിലും ഒരു ഓർഡർ കീപ്പ് ചെയ്യുന്നു. അല്ലെങ്കിൽ കളർ കോഡ് കൊടുത്തുകൊണ്ട് എല്ലാം അറേഞ്ച് ചെയ്യുന്നു. എക്സാമ്പിൾ ലൈബ്രറിയിൽ ബുക്സ് നമ്മൾ ഓരോ ഷെൽഫിൽ പേര് കൊടുത്തുകൊണ്ട് അറേഞ്ച് ചെയ്യുന്ന പോലെ മെക്കാനിക്കൽ സെക്ഷൻ, സിവിൽ സെക്ഷൻ, ഇലക്ട്രിക്കൽ സെക്ഷൻ, അങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്യുന്ന പോലെ ഇനി ഒരു സെക്ഷനിൽ തന്നെ പിന്നെയും ഡിവിഷൻസ് ഉണ്ടാകാം. അപ്പോൾ അത്തരത്തിൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു ഓർഡർ കീപ്പ് ചെയ്യുന്നു. അതാണ് നെക്സ്റ്റ് പ്രിൻസിപ്പിൾ. അപ്പോൾ ഈ 2 പ്രിൻസിപ്പിൾ കീപ്പ് ചെയ്യുന്നു. ഒന്ന്, ആവശ്യമില്ലാത്തെല്ലാം കളയുന്നു, ആവശ്യമുള്ളതെല്ലാം ഒരു ഓർഡറിൽ കീപ്പ് ചെയ്യുന്നു. അപ്പോൾ തന്നെ വർക്ക് സ്പേസ് എന്ന് പറയുന്നത് കുറേയും കൂടെ ഒരു വർക്കറിന് എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യാവുന്ന രീതിയിലേക്ക് മാറുന്നു. അതേസമയം ഒന്നും ഓർഡർ ഇല്ലാതെ വൃത്തിയില്ലാത്ത രീതിയിൽ കിടക്കുമ്പോൾ അവിടെ
വർക്കർ എന്ന് പറയുന്നത് ഡീമോട്ടിവേറ്റഡ് ആകുന്നു, വർക്ക് ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ എഫിഷ്യൻസിക്ക് അത് ബാധിക്കുന്നതിന് കാരണമാകുന്നു. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ അത് ക്വാളിറ്റിയെ കുറയ്ക്കുന്നതിന് കാരണമാകുന്നു. സോ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതിൽ ഈ രണ്ട് പ്രിൻസിപ്പിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. Then steps. Ensure systematic layout of equipments, products, etc. Place frequently used items at the point of use. Use index for drawings and files. Then practice to place the items to put back at the same place. Ensure first in, first out. ഇത്തരത്തിൽ എല്ലാത്തിനും ഒരു ഓർഡർ എപ്പോഴും കീപ്പ് ചെയ്യുക. അതായത് ഇപ്പോൾ ഡ്രോയിങ് ആണെങ്കിൽ ഡ്രോയിങ്സ് വെക്കേണ്ട ഒരു പ്ലേസ്, ഫയൽസ് ആണെങ്കിൽ ഫയൽസ് വെക്കേണ്ട ഒരു പ്ലേസ്, ടൂൾസ് ആണെങ്കിൽ ടൂൾസ് ഫയലിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അങ്ങനെ ഒരു വർക്ക് സ്പേസിൽ എന്തൊക്കെയാണോ വർക്ക് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ അതെല്ലാം സ്യൂട്ടബിളായിട്ട് അതിൻ്റേതായ പ്രിയോറിറ്റി കൊടുത്തുകൊണ്ട് അറേഞ്ച് ചെയ്യുന്നു. ദെൻ ഷൈൻ. എന്താണ് പേര് പോലെ തന്നെ ഷൈൻ. സ്പെസിഫൈ റെക്കമെൻഡഡ് പ്രൊസീജിയേഴ്സ് ഫോർ ക്ലീനപ്പ്. ഒരു വർക്ക് സ്പേസ് ക്ലീൻ അല്ല എങ്കിൽ അവിടെ എംപ്ലോയി ഡിമോട്ടിവേറ്റഡ് ആകും, എംപ്ലോയിയുടെ വർക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത് കുറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലീൻഡ് ആയിരിക്കണം വർക്ക് സ്പേസ്. ദെൻ ക്ലീൻ ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യണം. തറോലി ക്ലീൻ ദ വർക്ക് ഏരിയ ഓർ വർക്ക് പ്ലേസ്. ദെൻ സ്റ്റെപ്സ് എന്തൊക്കെയാണ്? വൈപ്പിംഗ് ഗ്രീസ്. ഉദാഹരണം മെഷീൻസിലാണ് ഒരു എംപ്ലോയി വർക്ക് ചെയ്യുന്നെങ്കിൽ ആ മെഷീനിൽ എവിടെയെങ്കിലും ഗ്രീസോ അല്ലെങ്കിൽ ആ ഒരു എംപ്ലോയി വർക്ക് ചെയ്യുന്ന ആ ഏരിയയിൽ എവിടെയെങ്കിലും ഗ്രീസോ ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ഡീമോട്ടിവേറ്റഡ് ആക്കുന്ന ഫാക്ടേഴ്സായി മാറും. കാരണം ക്ലീൻ ആയിട്ടുള്ള ഏരിയ അല്ല, അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നതിൽ ഡിഫിക്കൽറ്റി ഫീൽ ചെയ്യും. അപ്പോൾ അതെല്ലാം ക്ലീൻ ആക്കണം. വൈപ്പിംഗ് ഗ്രീസ്, ഓയിൽ എക്സെട്ര. ദെൻ പോളിഷിംഗ്, പെയിൻറ്റിങ്. ഇപ്പോൾ തുരുമ്പെടുത്ത ഏതെങ്കിലും മേശ അല്ലെങ്കിൽ തുരുമ്പെടുത്ത ഏരിയ അല്ലെങ്കിൽ പൊടി പിടിച്ച ഏരിയ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലീനാക്കി എംപ്ലോയിക്ക് കാണുമ്പോൾ വർക്ക് ചെയ്യാൻ തോന്നുന്ന രീതിയിലേക്ക് ആ ഒരു സ്പേസ് മാറ്റിയെടുക്കണം. അതാണ് ഷൈൻ പ്രിൻസിപ്പിൾ പറയുന്നത്. അസൈനിങ് ക്ലിയർ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഷെഡ്യൂൾസ് ഫോർ ക്ലീനിങ്. ഇപ്പോൾ ക്ലീൻ ചെയ്യുന്നതിന് കുറച്ച് പേരെ ഉത്തരവാദിത്തത്തോടെ ഏൽപ്പിച്ച് അവർ റെഗുലറായിട്ട് ക്ലീൻ ചെയ്യണം. ഉദാഹരണം നമ്മൾ കോളേജസ് എടുക്കുന്നു, ഹോസ്പിറ്റൽസ് എടുക്കുന്നു, അവിടെയെല്ലാം ഡെയിലി ക്ലീൻ ചെയ്യുന്ന വ്യക്തികളുണ്ട്. കാരണം ക്ലീൻ ചെയ്യാതിരുന്ന് കഴിയുമ്പോൾ ആ ഒരു സ്പേസിൽ കൂടെ നമ്മൾ പോവുകയാണെങ്കിലും നമുക്കൊരിക്കലും വളരെ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. കാരണം ഒരിക്കലും ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യില്ല. അല്ലെങ്കിൽ ഇപ്പം ഒരു കോളേജിലാണ് നമ്മളൊരു ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നു, ദെൻ ആ ക്ലാസ് എന്ന് പറയുന്നത് വളരെ നീറ്റല്ല, അവിടുന്ന് സ്മെല്ല് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പല ബുദ്ധിമുട്ടുകളുണ്ട് എങ്കിൽ അവിടെ പഠിക്കാൻ തോന്നത്തില്ല. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഒരു വർക്ക് ചെയ്യുന്ന എംപ്ലോയിനെ സംബന്ധിച്ചും. ഒരു വർക്ക് ചെയ്യുന്ന ആ ഒരു സ്പേസ് ക്ലീൻഡ് അല്ല എങ്കിൽ അവിടെ ഡിമോട്ടിവേറ്റഡ് ആയിരിക്കും എംപ്ലോയി. അതോടൊപ്പം തന്നെ എംപ്ലോയി അദ്ദേഹത്തിൻ്റെ ഫുൾ പൊട്ടൻഷ്യലിൽ ഫുൾ സ്വിങ്ങിൽ വർക്ക് ചെയ്യുന്നതും സാധിക്കാതെ വരും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതിൽ ഒരു ഫാക്ടറാണ്. ദ നെക്സ്റ്റ് വൺ ഈസ് സ്റ്റാൻഡർഡൈസ്. Standardize the best practices in the work area. Keep equipment and the workplace in the best possible condition. Establish schedules and methods for performing the cleaning and sorting. അപ്പോൾ എല്ലാത്തിലും ഒരു സ്റ്റാൻഡർഡൈസേഷൻ, എന്ത് എവിടെയൊക്കെ എങ്ങനെയൊക്കെ എന്തൊക്കെ എപ്പോൾ ചെയ്യണം തുടങ്ങിയ എല്ലാ കാര്യത്തിലും ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഇപ്പോൾ ക്ലീൻ ചെയ്യുന്ന കാര്യമാണെങ്കിൽ ദിവസവും ക്ലീൻ ചെയ്യണം, ഇന്ന ടൈമിൽ ക്ലീൻ ചെയ്യണം, അങ്ങനെ എല്ലാത്തിലും ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യുന്നു. അപ്പോൾ അതിന് എക്സാമ്പിളാണ് വിയർ നീറ്റ് ആൻഡ് ക്ലീൻ യൂണിഫോം, വിയർ പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ്, എൻഷുവർ സ്റ്റാൻഡേർഡ്സ്, പ്രൊവൈഡ് അഡീക്വേറ്റ് വെന്റിലേഷൻ ആൻഡ് ലൈറ്റ്നിങ്. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഒരു ഓർഡർ വെച്ചു, ക്ലീൻ ചെയ്തു, ദെൻ എല്ലാം ഒരു ഇത് തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വേണ്ട സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യുന്നു. ദെൻ സസ്റ്റെയിൻ. ദെൻ നല്ല ഈ പ്രിൻസിപ്പിൾസ്, ഈ ശീലങ്ങൾ തുടർന്നുകൊണ്ടേ പോകണം. So scrutinize practices, expose the wrong ones, learn correct practices and make sure you use them. Implement mechanisms to sustain the gains through involvement of people. Then എങ്ങനെ sustain ചെയ്യാം? Prepare 5S manual and develop action details for maintaining standards. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണം. അപ്പോൾ
ഒരു ദിവസം വർക്ക് സ്പേസ് ക്ലീൻ ചെയ്തു, നെക്സ്റ്റ് ദിവസവും ക്ലീൻ ചെയ്യണമെങ്കിൽ അത് റെഗുലറായിട്ട് മോണിറ്റർ ചെയ്യണം. അപ്പം അതിന് വേണ്ട സംവിധാനം ഉണ്ടാകണം. ഓരോ കാര്യങ്ങളും കറക്റ്റായിട്ട് ഓർഡറിലായിട്ട് ചെയ്യുന്നുണ്ടോ, അത് എല്ലാ ദിവസവും ചെയ്യുന്നുണ്ടോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടാകണം. ദെൻ ഡിഫൈൻ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് മെയിൻറ്റെയിൻ പങ്ക്ച്വാലിറ്റി, ഷെയർ സക്സസ് വിത്ത് അതേഴ്സ്. അപ്പം അത്തരത്തിൽ ഈ 5 പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന ഒരു വർക്ക് സ്പേസ് ഏറ്റവും ബെറ്ററാക്കി മാറ്റാനും അതോടൊപ്പം തന്നെ അത് സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനുള്ള ഒന്നുമാണ്. ദെൻ sorting out, systematic arrangement, then shine, standardizing, sustain. നമ്മൾ പഠിച്ച 5 കാര്യങ്ങളാണ്. ജസ്റ്റ് അത് ഷോർട്ടായിട്ട് മാർക്ക് ചെയ്തത് മാത്രം. സെപ്പറേറ്റ് ഔട്ട് ഓൾ അൺനെസസറി തിങ്സ് ആൻഡ് എലിമിനേറ്റ് ദം. ആവശ്യമില്ലാത്തതെല്ലാം കളയുക. അറേഞ്ച് ദ എസെൻഷ്യൽ തിങ്സ് ഇൻ ഓർഡർ. ആവശ്യമുള്ളതിനെല്ലാം ഓർഡർ ചെയ്യുക. ക്ലീൻ ദ വർക്ക് സ്പേസ് എവറിത്തിങ് വിത്തൗട്ട് ഫെയിൽ. വർക്ക് സ്പേസ് ക്ലീൻ ചെയ്യുക. സ്റ്റാൻഡർഡൈസിങ് ദ വേ ഓഫ് മെയിൻറ്റെയിനിങ് ക്ലീൻനെസ്. ഈ ഒരു ക്ലീൻനെസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനുള്ള ഒരു സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുക. പ്രാക്ടീസ് 5 years ഡെയിലി. ദെൻ സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് പോകണം. അപ്പോൾ അതിന് ഈ ഒരു പ്രാക്ടീസ്, ഈ 5 ഇത്രയും പ്രിൻസിപ്പിൾസ് ഒരു ജീവിതചര്യയാക്കി മാറ്റണം. അപ്പോൾ മേക്ക് ഇറ്റ് എ വേ ഓഫ് ലൈഫ്. ദിസ് ഓൾസോ മീൻസ് കമ്മിറ്റ്മെൻറ്റ്. അപ്പോൾ ഓരോ വ്യക്തികളും കമ്മിറ്റഡായി ഇതൊരു നല്ല ശീലമായി എടുത്തുകൊണ്ട്, കേസൺ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പാർട്ടാണ് ഈ 5 years. ഇപ്പോൾ കേസൺ എന്ന് പറയുന്നത് സ്മോൾ സ്റ്റെപ്സ്, ഇമ്പ്രൂവ്മെൻറ്റിലുള്ള സ്മോൾ സ്റ്റെപ്സാണ്. അപ്പോൾ അതിൽ ക്ലീൻ ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും ഓർഡറിലാക്കുന്നതും ഒരു ചെറിയ സ്റ്റെപ്പാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചെറിയ സ്റ്റെപ്പുകൾ കയറിയാണ് അൾട്ടിമേറ്റായിട്ടും ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിലേക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് പ്രോഗ്രാമായ ക്വാളിറ്റി സർക്കിൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണും. താങ്ക് യു.